PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിരിക്കുകയാണ്. ജനറൽ 4 വയസ്സ് കൂട്ടി 40 വയസ്സാക്കി. SC/ST വിഭാഗത്തിന് 45 വയസ്സ് വരെയുമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുനിൽ ഐസക് തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. സുനിൽ, സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായൊരു പ്രഖ്യാപനം തന്നെയാണ്. അതുകൂടാതെ പലയിടങ്ങളിലും ഈ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച ആക്ഷേപങ്ങളും വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. അതായത് 1ാം റാങ്ക് ലഭിച്ചവർക്ക് പോലും നിയമനം ലഭിച്ചില്ല, സമയപരിധി തീരാനിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റുകളുടെ എന്നെല്ലാമുള്ള പരാതികൾ നമ്മൾ കേൾക്കുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ പ്രഖ്യാപനം. ഇതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനമാണോ? തീർച്ചയായും. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഏറ്റവും നിർണായകമായ മറ്റൊരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നതിൽ ഒന്നാണ് ഇത്. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിയിരിക്കുന്നു. ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് ഇനി 40 വയസ്സ് വരെ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് 45 വയസ്സ് വരെയും അപേക്ഷിക്കാനാകും. നിലവിൽ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 36 വയസ്സായിരുന്നു പ്രായപരിധി. OBC വിഭാഗങ്ങൾക്ക് 39 വയസ്സായിരുന്നു പ്രായപരിധി. എന്നാൽ ഇനി 43 വയസ്സ് വരെ OBC വിഭാഗക്കാർക്ക് PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾക്ക് ഇത് ബാധകമാകുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോ പല റാങ്ക് ലിസ്റ്റുകളും ഇപ്പോ കാലാവധി അവസാനിക്കുന്നു. 1ാം റാങ്ക് അടക്കമുള്ള ആളുകൾക്ക് ലിസ്റ്റിൽ അവർക്ക് നിയമനം നൽകിയിട്ടില്ല എന്ന അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും PSC ഏജ് ഓവർ ആയവരുടെ അടക്കം വിവിധ സംഘടനകളുടെ ദീർഘകാല ആവശ്യമായിരുന്നു PSCയുടെ പ്രായപരിധി വർദ്ധിപ്പിക്കുക എന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യുവാക്കളെ ആകർഷിക്കുക കൂടി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ കേരള PSC വിജ്ഞാപനങ്ങളിൽ സാധാരണയായി നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. അത്